ഓം ശാന്തി. 26/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സുഖം നൽകുന്ന ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. ഈ കുറച്ചു സമയത്തിൽ യോഗബലം ശേഖരിക്കൂ, എങ്കിൽ അന്തിമത്തിൽ വളരെയധികം ഉപയോഗത്തിൽ വരും. ചോദ്യം: പരിധിയില്ലാത്ത വൈരാഗികളായ കുട്ടികളെ, നിങ്ങൾക്ക് ഏതൊരു സ്മൃതി സദാ ഉണ്ടായിരിക്കേണ്ടതാണ്? ഉത്തരം: ഇത് നമ്മുടെ മോശമായ വസ്ത്രമാണ്. ഇതിനെ ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഈ സ്മൃതി സദാ ഉണ്ടായിരിക്കട്ടെ. ബാബയുടെയും സമ്പത്തിൻ്റെയും ഓർമ്മയുണ്ടായിരിക്കട്ടെ. രണ്ടാമതൊന്നും തന്നെ ഓർമ്മ വരാതിരിക്കട്ടെ. ഇതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മയിൽ ഇരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അതിലൂടെ പാപങ്ങളുടെ ഭാരം ശിരസിൽ നിന്നും ഇറങ്ങട്ടെ. ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറട്ടെ. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് ദിവസവും വളരെ സഹജമായ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണ് ഈശ്വരീയ പാഠശാല. തീർച്ചയായും ഗീതയിലും പറയുന്നു, ഭഗവാൻ ഉവാച, ഭഗവാനാകുന്ന സർവരുടെയും പിതാവ് ഒന്നാണ്. എല്ലാവരും ഭഗവാനാവുക സാധ്യമല്ല. എല്ലാവരും ഒരു പിതാവിൻ്റെ കുട്ടികളാകുവാൻ സാധിക്കും. ഇത് തീർച്ചയായും ബുദ്ധിയിൽ വരേണ്ടതാണ്. ബാബ സ്വർഗമാകുന്ന പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നവരാണ്. ആ ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് തീർച്ചയായും ലഭിച്ചിട്ടുണ്ടാകും. ഭാരതത്തിൽ തന്നെയാണ് ശിവജയന്തി പാടപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ശിവജയന്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത് ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ വരുന്നത് കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ്. കുട്ടികളെ വീണ്ടും പതീതത്തിൽ നിന്നും പാവനമാക്കുവാൻ, അതായത് സമ്പത്ത് നൽകാൻ. ഈ സമയം സർവർക്കും രാവണന്റെ ശാപമുണ്ട്. അതിനാൽ സർവരും ദുഃഖിതരാണ്. ഇപ്പോൾ കലിയുഗി പഴയ ലോകമാണ്. ഇത് എപ്പോഴും ഓർമ്മിക്കണം. നമ്മൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. ആരെല്ലാം സ്വയം ബ്രഹ്മകുമാർ കുമാരി എന്ന് മനസ്സിലാക്കുന്നു, അവർ തീർച്ചയായും ഇത് മനസ്സിലാക്കണം. കൽപ്പകൽപ്പങ്ങളിൽ മുത്തച്ഛനിൽ നിന്നും ബ്രഹ്മാവിലൂടെ സമ്പത്ത് നേടുന്നു. ഇത്ര അനേകം കുട്ടികൾ മറ്റാർക്കും ഉണ്ടാവുക സാധ്യമല്ല. ആ ഒന്ന് സർവരുടെയും പിതാവാണ്. ബ്രഹ്മാവും കുട്ടിയാണ്. എല്ലാ കുട്ടികൾക്കും സമ്പത്ത് മുത്തച്ഛനിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ ഒന്നിൻ്റെ സമ്പത്താണ് സത്യയുഗത്തിൻ്റെ രാജധാനി. ഈ പരിധിയില്ലാത്ത ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ് എന്നിരിക്കെ തീർച്ചയായും നമുക്ക് സ്വർഗത്തിൻ്റെ രാജപദം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത് മറന്നുപോയി. നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ഉണ്ടായിരുന്നു. എന്നാൽ നിരാകാരനായ ബാബ എങ്ങനെയാണ് നൽകുന്നത്? തീർച്ചയായും ബ്രഹ്മാവിലൂടെയാണ് നൽകുന്നത്. ഭാരതത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോൾ കൽപ്പത്തിൻ്റെ സംഗമമാണ്. സംഗമത്തിലാണ് ബ്രഹ്മാവുള്ളത്. അതിനാലാണ് BK എന്ന് പറയുന്നത്. അന്ധവിശ്വാസത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടാവുക സാധ്യമല്ല. അഡോപ്ഷനാണ്. നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ബ്രഹ്മാവ് ശിവ് ബാബയുടെ കുട്ടിയാണ്. നമുക്ക് ശിവ് ബാബയിൽ നിന്നും വീണ്ടും സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപും ലഭിച്ചിരുന്നു. ലഭിച്ചിട്ട് 5000 വർഷമായി. നമ്മൾ ദേവി ദേവതാധർമ്മത്തിലേതായിരുന്നു. അവസാനം വരെയും വർധന ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതുപോലെ ക്രൈസ്റ്റ് വന്നു. ക്രിസ്ത്യൻ ധർമ്മം ഇപ്പോൾ വരെയുമുണ്ട്, വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്കറിയാം ക്രൈസ്റ്റിലൂടെ നമ്മൾ ക്രിസ്ത്യൻസായി. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്റ്റ് വന്നിരുന്നു.
ഇപ്പോൾ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം സതോ പ്രധാനം, പിന്നെ രജോ തമോയിലേക്ക് വരണം. നിങ്ങൾ സത്യയുഗത്തിൽ സതോ പ്രധാനമായിരുന്നു, പിന്നെ രജോ തമോയിലേക്ക് വന്നു. തമോ പ്രധാന സൃഷ്ടിയിൽ നിന്നും വീണ്ടും സതോ പ്രധാനം തീർച്ചയായും ആകുന്നു. പുതിയ ലോകത്തിൽ ആദി സനാതന ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നു. മുഖ്യമായ ധർമ്മങ്ങൾ 4. നിങ്ങളുടെ ധർമ്മം പകുതി കൽപ്പം നടക്കുന്നു. ഇവിടെയും നിങ്ങൾ ആ ധർമ്മത്തിലേതാണ്. എന്നാൽ വികാരിയായത് കാരണം നിങ്ങൾക്ക് സ്വയം ദേവീ ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. നിങ്ങൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. എന്നാൽ വാമമാർഗത്തിലേക്ക് പോകുന്നത് കാരണം നിങ്ങൾ പതീതമായിരിക്കുന്നു. അതിനാൽ സ്വയം ഹിന്ദു എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണനായിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ശിവ് ബാബ. പിന്നെയുള്ളത് നിങ്ങൾ ബ്രാഹ്മണർ. ബ്രാഹ്മണരായ നിങ്ങളുടേത് ഉയർന്നതിലും ഉയർന്ന വർണ്ണമാണ്. ബ്രഹ്മാവിൻ്റെ കുട്ടികളായിരിക്കുകയാണ്. എന്നാൽ സമ്പത്ത് ബ്രഹ്മാവിൽ നിന്നും ലഭിക്കുന്നില്ല. ശിവബാബ ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ബാബയെ അറിഞ്ഞു കഴിഞ്ഞു. ബാബ പറയുന്നു, എന്നിലൂടെ, എന്നെ അറിയുന്നതിലൂടെ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് മനസ്സിലാക്കും. ആ ജ്ഞാനം എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്, പവിത്രതയുടെ സാഗരമാണ്. 21 ജന്മം നിങ്ങൾ പവിത്രമാകുന്നു, പിന്നെ വിഷയസാഗരത്തിൽ പതിക്കുന്നു. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു. ഗംഗാ ജലത്തിനൊന്നും പാവനമാക്കുവാൻ സാധിക്കില്ല. സ്നാനം ചെയ്യുവാൻ പോകുന്നു, എന്നാൽ ആ ജലം പതീത പാവനൻ അല്ല. ഈ നദികൾ സത്യയുഗത്തിലുമുണ്ട്, കലിയുഗത്തിലുമുണ്ട്. വെള്ളത്തിന് വ്യത്യാസമൊന്നുമില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു രാമൻ എന്ന് പറയുന്നുമുണ്ട്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനുമാണ്. ബാബ വന്ന് ജ്ഞാനം മനസ്സിലാക്കിച്ചു തരുന്നു. അതിലൂടെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തിയോ ശാസ്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ ബാബയിൽ നിന്നും സദാ സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നു. അവിടെ നിങ്ങൾക്ക് ഗംഗാ സ്നാനം ചെയ്യുകയോ ഏതെങ്കിലും തീർത്ഥയാത്ര ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. ഇത് നിങ്ങളുടെ ആത്മീയ യാത്രയാണ്. അത് ഒരു മനുഷ്യനും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ബാബ സർവ ആത്മാക്കളുടെയും പിതാവാണ്. ശാരീരിക അച്ഛൻ അനേകമുണ്ട്, ആത്മീയ അച്ഛൻ ഒന്നേ ഉള്ളൂ. ഇത് ഉറപ്പിച്ച് ഓർമ്മിക്കൂ. ബാബയും ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര പിതാവുണ്ട്? അപ്പോൾ ഇതെന്താണ് ചോദിക്കുന്നത് എന്ന് കുഴങ്ങിപ്പോകുന്നു. പിതാവ് എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. 2ഓ 3ഓ പിതാവ് എങ്ങനെ ഉണ്ടാകും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആ പരമാത്മാവാകുന്ന പിതാവിനെ ദുഃഖത്തിൽ ഓർമ്മിക്കുന്നു. ദുഃഖത്തിൽ എപ്പോഴും പറയുന്നു, ഹേ പരംപിത പരമാത്മാ, നമ്മളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ. അപ്പോൾ 2 പിതാവായില്ലേ? ഒന്ന് ശാരീരിക പിതാവ്, രണ്ടാമത്തേത് ആത്മീയ പിതാവ്. ആ ഒന്നിൻ്റെ മഹിമ പാടുന്നു. നീ മാതാവും പിതാവുമാണ്, നമ്മൾ നിന്റെ ബാലകനാണ്. നിന്റെ കൃപയിലൂടെ അളവറ്റ സുഖമുണ്ടാകുന്നു എന്ന്. ലൗകിക മാതാപിതാക്കളിൽ നിന്നും അളവറ്റ സുഖം ലഭിക്കുന്നില്ല. എപ്പോഴാണോ ദുഃഖമുണ്ടാകുന്നത് അപ്പോൾ ആ പിതാവിനെ സ്മരിക്കുന്നു. ഈ ബാബ തന്നെയാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത് ആർക്കും ഇങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ നിങ്ങൾ പാടുന്നു, ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും കേൾക്കില്ല. മറ്റെല്ലാവരും ദുഃഖം നൽകുന്നു, അങ്ങ് തന്നെയാണ് സുഖം നൽകുന്നവൻ.
അപ്പോൾ ബാബ വന്ന് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെയാണ് ബ്രഹ്മകുമാർ കുമാരി എന്ന് പറയുന്നത്. മനുഷ്യർ കല്ലുബുദ്ധികളാണ്. അവർ ഇത് മനസ്സിലാക്കുന്നില്ല. BK എന്താണ്? മമ്മ ബാബ ആരാണ്? ഇത് ഏതെങ്കിലും സാധു സന്യാസി അല്ല. സാധു സന്യാസിയെ ഗുരു എന്ന് പറയും, മാതാപിതാവ് എന്ന് പറയില്ല. ഈ ബാബ വന്ന് ദൈവിക ധർമ്മത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു. അവിടെ ഈ ലക്ഷ്മി നാരായണൻ രാജാവും റാണിയും രാജ്യം ഭരിച്ചിരുന്നു. ആദ്യം പവിത്രമായിരുന്നു, പിന്നെ അപവിത്രമാകുന്നു. ആരാണോ പൂജ്യരായിരുന്നത് അവർ പിന്നെ 84 ജന്മങ്ങളെടുക്കുന്നു. ആദ്യം പരിധിയില്ലാത്ത ബാബയുടെ 21 ജന്മത്തേക്കുള്ള സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. കുമാരി എന്നാൽ ആരാണോ 21 കുലത്തെ ഉദ്ധരിക്കുന്നത്. ഇത് നിങ്ങളുടെ മഹിമയാണ്. നിങ്ങൾ കുമാരിമാരാണ്, ഗൃഹസ്ഥികളല്ല. മുതിർന്നവരായിരിക്കാം, എന്നാൽ മർജീവയായി സർവരും ബാബയുടെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിന് അനേകം കുട്ടികളുണ്ട്, വർദ്ധിച്ചു വരികയും ചെയ്യും. പിന്നെ ഇവരെല്ലാം ദേവതയാകും. ഇത് ശിവ് ബാബയുടെ യജ്ഞമാണ്. ഇതിനെ പറയുന്നത് രാജസ്വ യജ്ഞം, സ്വരാജ്യം നേടുന്നതിനുള്ള യജ്ഞം എന്നാണ്. ആത്മാക്കൾക്ക് ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ഈ രാജസ്വ അശ്വമേധ ജ്ഞാനയജ്ഞത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ശരീരസഹിതം എന്തെല്ലാമുണ്ടോ അത് ബലിയർപ്പിക്കണം, അതായത് സ്വാഹ ചെയ്യണം. ഈ യജ്ഞത്തിലൂടെ നിങ്ങൾ പിന്നെ രാജ്യം നേടും. ബാബ ഓർമ്മിപ്പിക്കുന്നു, ഭക്തിമാർഗത്തിൽ നിങ്ങൾ പാടിയിരുന്നു, ഹേ ബാബ, അങ്ങ് എപ്പോൾ വരുന്നുവോ അപ്പോൾ നമ്മൾ ബലിയർപ്പണമാകും. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സ്വയം ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ, എന്നാൽ പാവനമായി ഇരിക്കേണ്ടി വരും. കമല പുഷ്പ സമാനം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നമ്മൾ ബാബയുടെ കുട്ടികളാണ്. ആത്മാക്കളായ നിങ്ങൾ പ്രിയതമകളാണ്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് ഒരേ ഒരു പ്രിയതമൻ. നിങ്ങൾ പ്രിയതമനായ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പകുതി കൽപ്പത്തെ പ്രിയതമമാരാണ്. ആരെയാണോ പരംപിത പരമാത്മാവ് എന്ന് പറയുന്നത്, ആ ഒന്ന് നിരാകാരമാണ്. ആത്മാവും നിരാകാരമാണ്. അത് ഈ ശരീരത്തിലൂടെ പാട്ടഭിനയിക്കുന്നു. ഭക്തി മാർഗത്തിലും നിങ്ങൾക്ക് പാട്ടഭിനയിക്കേണ്ടതുണ്ട്. ഭക്തി രാത്രിയാണ്. അന്ധകാരത്തിൽ മനുഷ്യർ കാലിടറി വീഴുന്നു. ദ്വാപര മുതൽ നിങ്ങൾ കാലിടറി വീണു. ഈ സമയം മഹാദുഃഖി ആയിരിക്കുകയാണ്. ഇപ്പോൾ പഴയ ലോകത്തിൻ്റെ അന്തിമമാണ്. ഈ ധനവും മറ്റുമെല്ലാം മണ്ണിൽ ചേരേണ്ടതുണ്ട്. ആരെങ്കിലും കോടിപതിയോ രാജാവോ ആയിക്കൊള്ളട്ടെ. കുട്ടികൾ ജനിക്കുമ്പോൾ വിചാരിക്കും, ഈ ധനം എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ പുത്ര പൗത്രന്മാർ അനുഭവിക്കും എന്ന്. ബാബ പറയുന്നു, ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല. ഈ ലോകമേ ഇല്ലാതാകാൻ പോവുകയാണ്. ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ. വിഘ്നങ്ങൾ ധാരാളം വരും. പരസ്പരം അടികൂടും. അന്തിമത്തിൽ ഇങ്ങനെ അടികൂടി രക്തത്തിൻ്റെ നദികൾ ഒഴുകും. ആരോടും നിങ്ങളുടെ യുദ്ധമുണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ യോഗബലത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കുമെങ്കിൽ ആര് തന്നെ നിങ്ങളുടെ മുന്നിൽ മോശമായ വിചാരത്തോടെ വന്നാലും അവർക്ക് ഭയങ്കര സാക്ഷാത്കാരമുണ്ടാകും. ഉടൻ ഓടിപ്പോകും. നിങ്ങൾ ശിവ് ബാബയെ ഓർമ്മിക്കും, അവർ ഓടിപ്പോകും. ആരാണോ പക്വമായ കുട്ടികൾ, അവർ പുരുഷാർത്ഥത്തിലിരിക്കുന്നു. എനിക്ക് ഒരു ശിവ് ബാബ, രണ്ടാമത് ആരുമില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു,
കൈകൾ കർമ്മം ചെയ്യട്ടെ, കുട്ടികളെയും വീടിനെയും പരിപാലിക്കണം. എന്നാൽ ആത്മാക്കളായ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാപങ്ങളുടെ ഭാരവും ഇറങ്ങും. നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. എന്നാൽ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ചാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ ശരീരം ഉപേക്ഷിക്കും. ബാബ സർവ ആത്മാക്കളെയും കൊതുകിൻ കൂട്ടം പോലെ കൊണ്ടുപോകും. ബാക്കി മുഴുവൻ ലോകവും ശിക്ഷകൾ അനുഭവിക്കേണ്ടതുണ്ട്. ഭാരതത്തിൽ ബാക്കി കുറച്ചു പേർ പോയി വസിക്കും. അതിനുവേണ്ടിയാണ് ഈ മഹാഭാരത യുദ്ധം. ഇവിടെ വളരെയധികം വർധന ഉണ്ടാകും. എക്സിബിഷൻ, പ്രൊജക്ടർ തുടങ്ങിയവയിലൂടെ എത്ര പേരാണ് കേൾക്കുന്നത്? അവർ പ്രജകളായിക്കൊണ്ടിരിക്കുന്നു. രാജാവ് ഒന്നാണ്, ബാക്കിയുള്ളത് പ്രജയാണ്. മന്ത്രിയും പ്രജയുടെ ലൈനിലാണ് വരുന്നത്. അനേകം പ്രജകളുണ്ട്. ഒരു രാജാവിന് ലക്ഷങ്ങളുടെ സംഖ്യയിൽ പ്രജകളുണ്ടായിരിക്കും. അപ്പോൾ രാജാവിനും റാണിക്കും പ്രയത്നിക്കേണ്ടി വരുമല്ലോ. ബാബു പറയുന്നു, എല്ലാം ചെയ്യുമ്പോഴും നിരന്തരം എന്നെ ഓർമ്മിക്കൂ. ഏതുപോലെ പ്രിയതമയും പ്രിയതമനുമുണ്ട്. അവരുടേത് ശാരീരിക സ്നേഹമാണ്. കുട്ടികളായ നിങ്ങൾ ഈ സമയം പ്രിയതമകളാണ്. നിങ്ങളുടെ പ്രിയതമൻ വന്നിരിക്കുന്നു, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ച് പഠിച്ച് നിങ്ങൾ ദേവതയായി മാറും. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ സദാ നിരോഗിയുമാകും. പിന്നെ 84ന്റെ ചക്രത്തെയും ഓർമ്മ വയ്ക്കണം. സത്യയുഗത്തിൽ ഇത്ര ജന്മം, ത്രേതായിൽ ഇത്ര ജന്മം. നമ്മൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ പൂർണ്ണമായും 84ന്റെ ചക്രം കറങ്ങി. മുന്നോട്ട് പോകവേ നിങ്ങൾ വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങളുടെ സെൻറ്റേഴ്സ് ആയിരക്കണക്കിന് സംഖ്യയാകും. ഇടവഴികൾ തോറും മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കും. കേവലം ബാബയെ ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ. ഇപ്പോൾ വീട്ടിലേക്ക് പോകാം. ഇത് മോശമായ വസ്ത്രമാണ്. ഇതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. സന്യാസിമാർ കേവലം പരിധിയുള്ള വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. അവരാണ് ഹഠയോഗികൾ. അവർക്ക് രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഈ ഭക്തിയും അനാദിയാണ് എന്ന് പറയുന്നു. ബാബു പറയുന്നു, ഈ ഭക്തി ദ്വാപരം മുതലാണ് ആരംഭിച്ചത്. 84 പടികൾ ഇറങ്ങി ഇപ്പോൾ നിങ്ങൾ തമോ പ്രധാനമായിരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ദേവീ ദേവതകളായിരുന്നത്. ക്രിസ്ത്യൻസ് പറയും, നമ്മൾ തന്നെ ക്രിസ്ത്യൻസ് ആയിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ സത്യയുഗത്തിലായിരുന്നു. ബാബ ദേവീ ദേവത ധർമ്മം സ്ഥാപിച്ചു. ആരാണോ ഈ ലക്ഷ്മി നാരായണനായിരുന്നത്, അവർ ഇപ്പോൾ ബ്രാഹ്മണനായിരിക്കുന്നു. സത്യയുഗത്തിൽ ഒരു രാജാവും റാണിയുമായിരുന്നു, ഒരു ഭാഷയായിരുന്നു. ഇതും കുട്ടികൾ സാക്ഷാത്കാരം കണ്ടു. നിങ്ങളെല്ലാവരും ആദി സനാതന ധർമ്മത്തിൻ്റെതാണ്. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. അവർ പറയുന്നു, ആത്മാവ് നിർലേപമാണ്, അഥവാ ഈശ്വരൻ സർവവ്യാപിയാണ്. ഇത് തെറ്റാണ്. എല്ലാവരിലും ആത്മാവുണ്ട്. പിന്നെ നമ്മളിൽ പരമാത്മാവുണ്ട് എന്നെങ്ങനെ പറയും? എങ്കിൽ പിന്നെ എല്ലാവരും ഫാദേഴ്സായി. എത്ര തമോ പ്രധാനമായിരിക്കുന്നു. മുൻപ് എന്താണോ കേട്ടിരുന്നത് അത് അംഗീകരിക്കുമായിരുന്നു. ഇപ്പോൾ ബാബ വന്ന് സത്യം കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം നൽകുന്നു. അതിലൂടെ നിങ്ങൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. അമരകഥയും ഇതാണ്. ബാക്കി സൂക്ഷ്മവദനത്തിൽ കഥയോ മറ്റോ ഇല്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ സാപ്ലിംഗ് ആണ്. നിങ്ങൾ അമരകഥ കേട്ടുകൊണ്ടിരിക്കുന്നു, അമരമാകുന്നതിന് വേണ്ടി. അവിടെ നിങ്ങൾ സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് 2ാമത്തേത് പോയി എടുക്കും. ഇവിടെയാണെങ്കിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ
കരഞ്ഞ് നിലവിളിക്കുന്നു. അവിടെ രോഗമോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. സദാ എവർ ഹെൽത്തി ആയിരിക്കുന്നു. ആയുസ്സും വലുതായിരിക്കും. അവിടെ പതീത അവസ്ഥ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ ഇത് ഉറപ്പിക്കണം, നമ്മൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി. ഇപ്പോൾ ബാബ നമ്മളെ കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. പാവനമാകാനുള്ള യുക്തികളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. കേവലം പിതാവായ എന്നെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. സത്യയുഗത്തിൽ 16 കല സമ്പൂർണം. പിന്നെ കലകൾ കുറഞ്ഞു വരുന്നു. ഇപ്പോൾ നിങ്ങളിൽ ഒരു കലയും അവശേഷിക്കുന്നില്ല. ബാബ തന്നെയാണ് ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനാൽ ലിബറേറ്റർ എന്ന് പറയുന്നു. എല്ലാവരെയും തൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ഗുരു നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നൊന്നുമില്ല. ആ ഗുരുക്കന്മാർ പോയി കഴിയുമ്പോൾ ശിഷ്യൻ ഗദ്ദിയിലിരിക്കുന്നു. പിന്നെ ശിഷ്യന്മാർക്ക് വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം ഗദ്ദിക്ക് വേണ്ടി അടികൂടുന്നു. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. നിങ്ങൾ സമ്പൂർണമാവുകയില്ല എങ്കിൽ ശിക്ഷകൾ അനുഭവിക്കും, പദവിയും ഭ്രഷ്ടമാകും. ഇവിടെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. മോശമായ വിചാരമുള്ളവർ മുന്നിൽ വരുമ്പോൾ തന്നെ പരിവർത്തനപ്പെടും വിധത്തിൽ ഓർമ്മയുടെ അഭ്യാസം ചെയ്യണം. എനിക്ക് ഒരു ശിവബാബ രണ്ടാമതായി ആരുമില്ല. ഈ പുരുഷാർത്ഥത്തിൽ ഇരിക്കണം. സ്വരാജ്യം നേടുന്നതിനായി ശരീരസഹിതം എന്തെല്ലാം ഉണ്ടോ അത് ബലി അർപ്പിക്കണം. എപ്പോഴാണോ ഈ രുദ്രയജ്ഞത്തിൽ സർവ്വതും സ്വാഹ ചെയ്യുന്നത്, അപ്പോൾ രാജ്യപദം ലഭിക്കും. വരദാനം. സഹനശക്തിയുടെ വിശേഷതയിലൂടെ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്ന ദൃഢസങ്കല്പധാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബ്രഹ്മബാബ ജ്ഞാനിയും അജ്ഞാനിയുമായ ആത്മാക്കളിലൂടെ ഇൻസൾട്ട് സഹിച്ച് അതിനെ പരിവർത്തനപ്പെടുത്തി. അപ്പോൾ ഫാദറിനെ ഫോളോ ചെയ്യൂ. ഇതിനു വേണ്ടി തൻ്റെ സങ്കല്പങ്ങളിൽ കേവലം ദൃഢത ധാരണ ചെയ്യൂ. എത്ര നാൾ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കരുത്. എങ്ങനെ നടക്കും, എത്രത്തോളം സഹിക്കും എന്ന് കേവലം ഒരൽപ്പം ആദ്യം തോന്നുന്നു. എന്നാൽ അഥവാ താങ്കളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും താങ്കൾ നിശബ്ദമായിരിക്കൂ, സഹിക്കൂ. അപ്പോൾ അവരും പരിവർത്തനപ്പെടും. കേവലം നിരാശമാകാതിരിക്കൂ. സ്ലോഗൻ. സംഗമത്തിൽ സഹിക്കുന്നത്, കുനിയുന്നത്, ഇത് ഏറ്റവും വലിയ മഹാനതയാണ്. അവ്യക്ത സൂചന. ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ബാബ് ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്. കുട്ടികളിൽ ആദ്യം സഹചാരികളിലും സേവനത്തിലും വായുമണ്ഡലത്തിലും ഏകത ഉണ്ടാകണം. പിന്നെ ഒരു ബലം, ഒരു വിശ്വാസം, ഏകമതം ഉണ്ടാകണം. അപ്പോൾ സേവനത്തിൽ സഫലത ലഭിക്കും. ഏതുപോലെ തേങ്ങ ഉടച്ചും റിബൺ മുറിച്ചും ഉദ്ഘാടനം ചെയ്യുന്നുവോ, അതേപോലെ ഏകമതം, ഏകബലം, ഏകവിശ്വാസം, ഏകത എന്നിവയുടെ റിബൺ മുറിക്കൂ. പിന്നെ സർവരുടെയും സന്തുഷ്ടതയുടെയും പ്രസന്നതയുടെയും തേങ്ങ ഉടയ്ക്കൂ. ഈ ജലം ഭൂമിയിൽ ഒഴിക്കൂ. പിന്നെ നോക്കൂ സഫലത എത്രമാത്രം ഉണ്ടാകുന്നുവെന്ന്.
ബുദ്ധിയെ നാനാഭാഗത്തു നിന്നും വേർപെടുത്തി സ്വയം തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. ഭൃഗുടി മധ്യത്തിൽ അതിസൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കൂ. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എന്നിൽ നിന്നും ശീതളതയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ ശീതളമായ പ്രകാശം സർവ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കുന്നു. ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ഞാൻ എൻ്റെ സ്വഗ്രഹമായ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. വരദാതാവായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്ത് എൻ്റെ മനസ്സും ബുദ്ധിയും പരമജ്യോതി സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. സംഗമയുഗത്തിലെ അതിശ്രേഷ്ഠവും അതീവ സുന്ദരവുമായ ഈ പരമാത്മാ മിലനത്തിലൂടെ എനിക്ക് ഈശ്വരീയ സമ്പത്തും വരദാനവും പ്രാപ്തമാകുന്നു. ഭോലാനാഥനായ ശിവബാബയുടെ ഈ ദിവ്യ കിരണങ്ങൾ എൻ്റെ ബുദ്ധിയിൽ സ്പർശിക്കുമ്പോൾ ഈ സർവ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ നൽകുന്ന ഈ ദിവ്യ വരദാനങ്ങൾ എന്നെ റോയൽ ഫാമിലിയുടെ അധികാരിയാക്കി മാറ്റുന്നു. രാജസിംഹാസനത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സത്യയുഗി രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സഫലതയുടെ അധികാരിയാക്കി മാറ്റുന്നു. ഈ അതിശ്രേഷ്ഠ ഈശ്വരീയ ശക്തികളുടെയും ശ്രേഷ്ഠ ഗുണങ്ങളുടെയും സർവശ്രേഷ്ഠ ഖജനാവുകളാൽ സമ്പന്നമായി ബാലക് സോ മാലിക്കായി മസ്തക സിംഹാസനത്തിൽ ഞാൻ വിരാജിക്കുന്നു.